ഒറ്റക്കായപ്പോ പാറുമ്മക്ക് ഇവനെ കൂടെ നോക്കാൻ ബുദ്ധിമുട്ടായല്ലേ? അയ്യോ, അങ്ങനെ പറയില്ലേ സാറേ. ഞാനും രണ്ടെണ്ണത്തിനെ പെറ്റു വളർത്തിയതാ. അത് സ്വന്തം കുഞ്ഞുങ്ങളല്ലേ? വഴിന്ന് കിട്ടിയതായതുകൊണ്ട് ആദ്യവാദ്യം എനിക്ക് ഇവനോട് ഇഷ്ടമില്ലായിരുന്നു. ഇവന്റെ കളിയും ചിരിയും കണ്ടപ്പോ ഞാൻ മയങ്ങിപ്പോയി സാറേ. ഈ ചിരിയും കളി ഇഷ്ടമില്ലാത്തവരുണ്ട് പാറുമ്മേ. ദേ കണ്ടോ, എന്തു പറഞ്ഞാലും സാർ അതേ കൊണ്ടേ നിർത്തുള്ളൂ. എല്ലാരും കൂടി അതും ഇതും പറഞ്ഞ സുജാത കുഞ്ഞിനെ കുഴപ്പിച്ചത്. സാറ് ചെന്ന് വിളിച്ചാ അതിങ്ങി പോരും. ഞാനവളെ പറഞ്ഞു വെച്ചതല്ലോ പാറുമ്മേ. എന്നെ മനസ്സിലാക്കുമ്പോൾ അവൾ തിരിച്ചു വരും. എല്ലാം ദൈവവിധി. ഇത്ര പെട്ടെന്ന് വിവാഹമോചനത്തിന് നോട്ടീസ് അയക്കണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ബിൽക്കുൽ ടീക്ക് ഹേ. ചാടിക്കടാന്ന് കോടതെടുക്കുന്നതിൽ ചാടി കയറിയാൽ ചിലപ്പോൾ അടിതെറ്റിപ്പോവും. എടാ ദാസപ്പ, എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിനക്കറിയാമോ? അത് പിന്നെ കണ്ടാൽ അറിയില്ലേ? 10-15 വയസ്സെങ്കിലും കാണും. 52 കഴിഞ്ഞതേ ഉള്ളൂ. സിവിൽ കേസുമായിട്ട് 35 കൊല്ലത്തെ പാരമ്പര്യമുള്ളവരാണ് ഞാൻ. അപ്പോൾ മധുരപ്പതിനിലെ ചേട്ടൻ കരുത് കോടതി തിന്നലോട്ടാ. ചുമ്മാതാണോ ഇതുവരെ കല്യാണം കഴിക്കാൻ ടൈം കിട്ടാതിരുന്നത്? എടാ, നിയമം വകുപ്പും ഒക്കെ എനിക്ക് കാണാപ്പാടമാ. ഈ കേസ് ഞാൻ വിചാരിക്കുന്നിടത്ത് കൊണ്ട് കെട്ടി വിവാഹബന്ധം വേർപ്പെടുത്തും. മോളെ ഇവിടെ ഇരിഞ്ഞു. മോളെ, നീ എത്ര കാലം ഇവിടെ ഇങ്ങനെ ജീവിക്കും? നിന്റെ കണ്ണീര് കണ്ട് ദുഃഖിക്കുന്ന 2 ആത്മാക്കൾ ഇവിടെയുണ്ട്. എന്നായാലും ഇതിനൊരു പരിഹാരം വേണ്ടേ? അമ്മാവനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ മോള് ഇവിടെ ഒന്ന് ഒപ്പിടും. എന്തിനാ ആ ബന്ധം? നമുക്കിനി വേണ്ട മോളെ. അമ്മേ, മോളെ, നീ പിണങ്ങിപ്പോന്നത് ഒരു തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും 3 വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരല്ലേ? ഇത്രയും ദിവസമായിട്ട് അയാളൊന്ന് തിരിഞ്ഞു നോക്കിയോ? പോട്ടെ, 15 പൈസയുടെ ഒരു കാർഡെങ്കിലും എഴുതിയിടാമായിരുന്നല്ലോ. അവന് നിന്നേക്കാളും വലുത് ആ കുഞ്ഞാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിലായില്ല. ഇനിയും നമുക്കിത് തുടരണോ മോളെ? നീ അമ്മാവൻ പറഞ്ഞതനുസരിക്കും. അച്ഛനില്ലാത്ത ദുഃഖം നിന്നെ അറിയിക്കാതെ വളർത്തിയത് ഈ അമ്മാവനാണ്. ഒപ്പിട്ട് കൊടുക്കും മോളെ. അമ്മയാണ് പറയുന്നത്. ഒപ്പിട്ട് കൊടുക്കും. സാർ, ഒരു രജിസ്റ്റർ കത്തുണ്ട്. സാറേ, സുജാത കുഞ്ഞിന്റെ എഴുത്താന്നോ? അതെ. എത്ര നാളായി കുഞ്ഞിനെ കണ്ടിട്ട്? സുഖമായിരിക്കുന്നോ? പിണക്കെല്ലാം തീർന്നോ സാറേ? എന്ന് വരും? സാർ എന്താ ഒന്നും മിണ്ടാത്തത്? പാറുമ്മേ, വിവാഹബന്ധം ഒഴിയാൻ അവൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കാൻ. എന്റെ ഭഗവതി, നിങ്ങൾ രണ്ടുപേരും വിദ്യാസമ്പന്നരായതുകൊണ്ടാണ് ഈ കേസിന്റെ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ ചേംബറിലേക്ക് വിളിപ്പിച്ചത്. ഒരു നല്ല കുടുംബജീവിതം നയിച്ചിരുന്ന നിങ്ങൾ ഒരു അനാഥ ശിശുവിന്റെ പ്രശ്നത്തിൽ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് നിർഭാഗ്യകരമാണ്. മിസ്റ്റർ പ്രകാശൻ, കുഞ്ഞിനെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചുകൊണ്ട്
സുജാതയുടെ പരാതി പരിഹരിച്ചുകൂടെ? ക്ഷമിക്കണം സർ, എന്റെ ആത്മാർത്ഥത സുജാതയ്ക്ക് മനസ്സിലാകാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. മാഡം, ആ കുഞ്ഞുകൂടി വീട്ടിലുണ്ടായിരിക്കണമെന്നുള്ളത് മിസ്റ്റർ പ്രകാശിന് നിർബന്ധമാണ്. ഒരു അനാഥ ശിശുവല്ലേ, അതുകൂടി വീട്ടിൽ കഴിയാൻ സമ്മതിച്ചുകൂടെ? അമ്മയും അമ്മാവനും സമ്മതിക്കില്ല. അമ്മയുടെയും അമ്മാവന്റെയും അല്ല, എനിക്ക് നിങ്ങളുടെ മറുപടിയാണ് കേൾക്കേണ്ടത്. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊന്നും എനിക്കിതിനെപ്പറ്റി പറയാനില്ല. നിർഭാഗ്യവശാൽ പ്രസ്തുത ശിശുവിനെ വീട്ടിൽ വളർത്തുന്ന പ്രശ്നത്തിൽ യോജിപ്പിലെത്താൻ ഭർത്താവായ പ്രകാശനും ഭാര്യയായ സുജാതയ്ക്കും കഴിയാതെ വന്നിരിക്കുകയാണ്. ആയതിനാൽ സമുദായ വിധി പ്രകാരം ഉഭയസമ്മതത്തോടെ നടത്തപ്പെട്ട പ്രകാശിന്റെയും സുജാതയുടെയും വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താൻ കോടതി ഉത്തരവായിരിക്കുന്നു. എല്ലാ ഈശ്വരാനുഗ്രഹവും നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാണ്. ഇപ്പോഴെങ്കിലും നീ അത് സമ്മതിച്ചല്ലോ സരസ്വതി. ഇത് എന്നേ തോന്നേണ്ടതായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായല്ലോ. മാധവൻ നായരും അവളും ഇങ്ങോട്ടൊന്നും വന്നു പോലില്ലല്ലോ. അവൾക്ക് അവിടെ പരമ സുഖമല്ലേടി. ഒരു പക്ഷെ നമ്മളെ തന്നെ അവൾ മറന്നു കാണും. എന്നാലും ചേട്ടാ. ശരി, നീ വിഷമിക്കണ്ട. നാളെ തന്നെ ഞാനൊന്ന് പോയി കളയാം. അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങിയ അമ്മാവന് ബസ് കിട്ടും. ബസ് ഇനിയും വരുമടി. അതല്ലെങ്കിൽ അവൻ എന്നെ കാറിൽ കൊണ്ടുവന്ന് വിടും. ഇവിടെ വരെ വന്നിട്ട് കാണാതെ പോയാൽ മാധവൻകുട്ടിക്ക് എന്ത് തോന്നും? ഒന്നും തോന്നുകയില്ല. അങ്ങേര് വരുമ്പോ താമസിക്കും. ഇനി വരുമ്പോ കാണാം. അതൊന്നും സാരമില്ല മോളെ. എന്തായാലും ഇവിടെ വരാതിരിക്കില്ലല്ലോ. അമ്മാവൻ താമസിച്ച അമ്മ വിഷമിക്കില്ലേ? ഏയ്, ഞാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞാ പോന്നത്. നീ ഏതായാലും ചോറ് വേണം. അത് വിശേഷിച്ച് കറിയൊന്നും ഇല്ലെന്നായിരിക്കും. നിന്റെ കൈകൊണ്ടരച്ച ഉപ്പും മുളകും ആണെങ്കിലും അമ്മ അവന് പഞ്ചാമൃതമാണ്. നീ വേഗം പോയി ചോറ് വിളമ്പ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചെല്ലു മോളെ. ഇത്രയും കറികൾ ഉണ്ടായിട്ടാണോ നീ നിന്ന് പരിങ്ങിയത്? അമ്മാവിന് ഇതൊക്കെ മതി മോളെ. നീ ആ സാമ്പാറും കുഴിക്ക്. മാധവൻകുട്ടിയല്ലേ വന്നത്. ഞാൻ ഒറ്റയ്ക്കിരുന്നതിന് ഇപ്പൊ അവൻ പിണങ്ങും. അല്ലെങ്കിൽ നീ കണ്ടോ. മാധവൻകുട്ടി, ഇവിടെ ഒരു വിരുന്നുകാരൻ ഇരിപ്പുണ്ട്. അങ്കിൾ സാർ എപ്പോഴെത്തി? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അല്ല, സാധനം കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വല്ലാതെ വിശന്നു പോയി. അത് സാരമില്ല, നീ ഇങ്ങോട്ട് ഒഴിക്ക്. ദാസപ്പ, ഞാനും മാധവൻകുട്ടിയും കൂടി ഇതുപോലെ കൂടിയിട്ട് എത്ര നാളായി? കല്യാണ നിശ്ചയത്തിന്റെ അന്നായിരുന്നു. അപ്പൊ നിനക്ക് നല്ല ഓർമ്മ ഉണ്ട്. വെള്ളം കുറച്ചൊഴിയടാ. ആര് പറഞ്ഞാ നിന്നോട് കുപ്പി തുറക്കാൻ? അമ്മാവന് കണ്ട നാറികളെ സൽക്കരിക്കാനല്ല ഞാനിത് വാങ്ങിക്കൊണ്ടുവന്നത്. മാധവൻകുട്ടി. ആ മാധവൻകുട്ടി അല്ലേ പറയുന്നത്? എടീ, വരുന്നവർക്കൊക്കെ വെച്ചോളുമ്പോ നിന്റെ സത്താണോ? നിന്റെ സ്വന്തക്കാർ ഒറ്റ എണ്ണത്തിന് ഈ വീടിനകത്ത് കയറ്റരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? മേലിത് ആവർത്തിച്ചാൽ ചവിട്ടി നിന്നെ ഞാൻ. എന്താടേ അമ്മാവൻ ഇങ്ങനെ അപമാനിച്ചു വിട്ടത് ശരിയായില്ല. പിന്നെ എങ്ങനെ വിടണം? മുത്തുക്കുടിയും ചെണ്ടമേളമായിട്ടോ? എന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള മനുഷ്യനാണ് എന്ന് വെച്ച് ഞാൻ അയാളെ തൊഴണോ? ഇത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ
നിന്റെ വീട്ടിലുള്ള ഒറ്റ എണ്ണത്തിന് ഈ പഠിക്കകത്ത് കയറ്റരുതെന്ന്. അതിനൊക്കെ തെറ്റ് അവരെന്ത് ചെയ്തു? അതാ നാറിയോട് തന്നെ ചോദിക്കേ. പണ്ടയാൾ നിന്നെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് വാക്ക് തന്നാടി. എന്നിട്ടിപ്പൊ സെക്കൻഡ് ഹാൻഡ് ആയപ്പോ എന്റെ തലയിൽ വെച്ച് കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് വന്ന് അപേക്ഷിച്ചില്ലല്ലോ. ആ പട്ടി, നിന്റെ അമ്മാവൻ എന്റെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണ് ഞാൻ സമ്മതിച്ചത്. എന്തിനു സമ്മതിച്ചു? അന്നെന്നെ വെറുത്തതിന് നിന്നോട് പകരം വീട്ടാൻ. സരസ്വതി, സരസ്വതി, കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുപോവാ. ചേട്ടൻ എന്താ പെട്ടെന്ന് ഇനി പോന്നത്? നല്ല ശിക്ഷയായിപ്പോയി. എന്നെ ഇന്ന് വിടത്തേ ഇല്ലെന്ന് അവനൊരു പിടിവാശി. സുജാതയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടേട്ടാ? ഏയ്, അവൾക്കെന്ത് വിശേഷം? പരമ സുഖമല്ലേ. മാധവൻകുട്ടിയോ? മാധവൻകുട്ടിയും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ചേട്ടൻ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? ഊണ് കഴിച്ചില്ലേ? കഴിച്ചില്ലെന്നു. കഴിക്കാതെ അവൻ വിടൂ. പിന്നെ ബസ് സമരം ആയതുകൊണ്ട് ഞാൻ നടന്നിങ്ങ് പോന്നു. നീ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഇങ്ങ് എടുക്ക്. എന്റെ ഭഗവാനെ. ഒന്നുമില്ലേലും ഒത്തിരി കാലമായിട്ട് നമ്മൾ അയൽക്കാരല്ലേ. സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നതിനെ പറ്റി ഞങ്ങളോട് പറയാറുണ്ട്. ആ കുഞ്ഞിനെ നോക്കാനെങ്കിലും ഒരാള് വേണ്ടേ? അതിന് പാറുമ്മയുണ്ടല്ലോ. നേരാ, അവർ വെറും ഒരു വേലക്കാരിയല്ലേ? അതും നേരാ. സുജാത വേറെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് സാറും ഒരു കല്യാണം കഴിക്കണമെന്നാ എന്റെ അഭിപ്രായം. ഞാനും ആ അഭിപ്രായക്കാരനാ. ഹേമേ, കാപ്പി കൊണ്ടുവരൂ. സാറിന് നമ്മളെ മനസ്സിലായോ? എന്റെ അനിയത്തിയാ ഹേമ. BSc ഫസ്റ്റ് ക്ലാസ്സാ. സുമയുടെ അനിയത്തി എന്ന് പറയല്ല, നല്ല സ്മാർട്ടാ. യൂത്ത് ഫെസ്റ്റിവലിന് 2 സമ്മാനം കിട്ടി. 2 അല്ല ചേച്ചി, 3. 3 ഉണ്ടടി. നല്ലൊരു കലാകാരിയാ. സ്റ്റേജിൽ കലക്കും. കണ്ടാലറിയാം. കോളേജ് മാത്രമേ ഉള്ളൂ. വീട്ടിലെത്തിയാൽ അവള് മിണ്ടാപ്പൂച്ചയാ. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. നേരാ സാറേ. കുഞ്ഞുങ്ങളെ കിട്ടിയ അവള് കട്ടിച്ച് തിന്നുകളയും. അത്രക്ക് ഇഷ്ടമാ. നല്ലൊരു പാചകക്കാരിയാ. നളപാചകം എന്ന് കേട്ടിട്ടില്ലേ? പോ ചേട്ടാ, നിനക്ക് നാണമാണെങ്കിൽ അപ്പുറത്ത് പൊയ്ക്കോ. ഞാനിവിടെ പരിചയപ്പെടുത്തിയത് എന്തിനാണെന്നറിയാമോ? സഹോദരി ആയതുകൊണ്ട്. അത് മാത്രമല്ല സാറേ, പിന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. സുജാതയുടെ സ്ഥാനത്ത് കുഞ്ഞിനെയും സാറിനെയും നോക്കാൻ ഹേമ വരണമെന്ന്. ധൃതിയൊന്നുമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഒന്നുകൂടെ ചെല്ലു മനുഷ്യ. പിടിച്ചു പിടിയാലെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. ഞാൻ ഏറ്റടി. പ്രകാശൻ സാറേ, എന്റെ പൊന്ന് സാറേ, എന്റെ ഭാര്യ അവളുടെ അനിയത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അയ്യോ, അതിൽ വീണുപോലേ. എന്താ സാറേ? ഈ ഭദ്രകാളുടെ നേരെ ഇളയതാ അവള്. ഇതേ സ്വഭാവം തന്നെ അവളുടെയും. എന്നെ ഇട്ട് വട്ട് കെട്ടുന്ന അനുഭവം സാറിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുക. ഇനിയൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാനാണോ സാറിന്റെ തീരുമാനം? എന്റെ ജീവിതത്തിൽ ഒരേ ഒരു സ്ത്രീക്ക് സ്ഥാനമുണ്ടായിരുന്നു, എന്റെ സുജാതയ്ക്ക് മാത്രം. ചേട്ടന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ രാജിവെച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ചേട്ടൻ എന്നെ ചതിക്കായിരുന്നെന്ന് മനസ്സിലാക്കിയത്. ഞാൻ ആ പെണ്ണിനെ കെട്ടിയതുകൊണ്ടാണോ നീ ഇത് പറയുന്നത്? എടി മെഴ്സി, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഞാൻ അത് ചെയ്തത്. പിന്നെ പെണ്ണ് കിട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എടി, അവളോടൊത്ത് സുഖമായി ജീവിക്കാനായിരുന്നെങ്കിൽ നീ രാജിവെച്ചു വരാൻ ഞാൻ എഴുതുമായിരുന്നു. പിന്നെ എന്തിനാ എഴുതിയത്? ഒരു കാലത്ത് എന്റെ മുഖത്ത് നോക്കി എന്നെ അവമാനിച്ചവളാണ് എന്റെ ഭാര്യ. അവളോട് പകരം വീട്ടാൻ എനിക്കൊരു അവസരം കിട്ടി, അത് ഞാൻ ഉപയോഗപ്പെടുത്തി. അപ്പോൾ എടി, കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞു കേൾപ്പിക്കുന്നത്? 5 സ്റ്റാർ ഹോട്ടലിൽ നിനക്ക് ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ താമസിക്കാം. കിട്ടിയോടാ? കിട്ടി. ഇതാ, ഇത് കയ്യിലിരിക്കട്ടെ. നാളെ രാവിലെ ഞാൻ ഹോട്ടലിൽ വരാം. നീ പോയിക്കോ. സാർ, ഇത് നമ്മുടെ മേഴ്സിക്കുട്ടിയല്ലേ? മിലിറ്ററി നേഴ്സ്. നോക്കായിരുന്നു പണം. ആ, ചേട്ടാ, ഇത് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോകും. ഞാൻ കത്തയച്ചിട്ട് വന്നതാണ്. സാബ് കല്യാണം എല്ലാം കഴിച്ചില്ലേ?
ഇനി ഈ പഴയ പാറ്റുണ്ടായങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ദാസേ, ഇതെന്റെ സ്വന്തം കാര്യമാണ്. ഒരു പാവം കൊച്ചുമയാണ് സാബിനെ കിട്ടിയിരിക്കുന്നത്. അവരെ വിഷമിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഭിപ്രായമൊന്നും പറയണ്ട.